ഈ ചങ്ങന്റെ ഒരു മുടി വല്ലാത്തൊരു അലാക്ക്. അന്റെ ഒരു മുടി ഇത് മനസ്സിന്റെ മൂക്കൊക്കെയാണ് ഇത് പാർക്ക്. നിങ്ങളെ മൂക്ക് എന്റെ മുടിന്റെ അടുത്ത് കൊടുത്തേക്കണ്ടല്ലോ. ബസ് പോകുമ്പോ കാറ്റടിക്കാണ്ട് ഒരു മുടി കണ്ട് പാറുണ്ട്. ഞാൻ കായ് കൊടുത്ത സീറ്റില ഞാൻ ഇരിക്കണം. നിങ്ങൾക്ക് എന്താ? എന്നാലും എന്റെ മുടി നേരെ പ്രശ്നം ഉണ്ടാക്കാൻ ആ മുടി ഒന്ന് ഒതുക്കി വെച്ചുകൂടെ? എന്റെ മുടി കെട്ടിച്ച ഇഞ്ച മുടി ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ പ്രശ്നം. ഇഞ്ച മുടി നോക്കച്ചറിയാം. കുറെ തൊലിച്ചുകളുണ്ട് നാട്ടുകാർ. ഓരോ കാര്യം നോക്കിക്കോ. സുക്കൂറിന്റെ അഡ്രസ് തന്നെ ഈ മുടിയാണ്. ഈ മുടിയൊക്കെ പിന്നെ എന്ത് സുക്കൂറ? ഞാൻ അങ്ങനെ തന്നെ പോകുള്ളൂ. ഇതൊക്കെ എന്റെ മകനാ വേണ്ടീനു. അന്റെ ഇടക്കൗത്ത് മുറിച്ചിട്ട് അന്റെ മുടിയൊക്കെ കാറ്റത്ത് പറിച്ചു വിടും. പൊന്നാരന്റെ കാക്ക, ഞാൻ നിങ്ങളോടൊന്നല്ല പറഞ്ഞത്. ഞാൻ എന്നോട് തന്നെ പറയണ്ട്. അനക്ക് പറ്റില്ലെങ്കിൽ ഇത് ചെവി വെത്തിക്കളാം. ഒന്നും മുണ്ടാതിരിക്കണ്ടേ ചങ്ങായിമാരെ? നിങ്ങൾ മാത്രമുള്ള ഈ ബസ്സില് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയിട്ട് ഞങ്ങള് വേറെ ഏതൊരു സീറ്റിൽ ഇരുന്നോളി കാക്ക. അന്റെ ഒക്കെ പെരിത്തല വേണം ആദ്യം തല്ലാൻ. ഇതൊക്കെ എങ്ങനെ നടക്കേണ്ടിന്? എന്തിന്റെ കേടാ പൊന്നാരന്റെ കാക്കങ്ങൾക്ക്? പഠിച്ചനോർത്തി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അടിച്ചടാ. ഞങ്ങൾ അടിച്ചതല്ല, അറിയാതെ കൊണ്ടാണ്. പിന്നെ അറിയില്ലടാ ഞാൻ ആരാന്ന് എനിക്ക് കാണിച്ചത്. ഓ നിങ്ങൾ അടിച്ചതല്ല, അറിയാൻ കൊണ്ടുപോയി. അതല്ല കാക്ക, പോയി തന്തയാണ് ഈ മരം തടി വേണമെങ്കിൽ വണ്ടിക്കോ. പിന്നാലുണ്ട് രണ്ട് ആൺകുട്ടികളാ. എന്നെ കൊല്ലും ഞാനടാ. പൊന്നാര ചെങ്ങയായ പിരാന്തനായ പൂക്കളെയും കൊണ്ടിടി. പിരാന്തന്റെ പാപ്പാക്കടാ.